നമ്മളെല്ലാവരും സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു മണ്ടത്തരുണ്ട്. എന്താണെന്ന് പറഞ്ഞിട്ടെ, സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാവരും കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടായിരിക്കും ഒരു വീഡിയോ എഡിറ്റ് ചെയ്യും. ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നല്ല ക്ലാരിറ്റി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ 4K 120 ഫ്രെയിം പെർ സെക്കൻഡ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലായിട്ട് വീഡിയോ റെൻഡർ ചെയ്ത് സോഷ്യൽ മീഡിയ അപ്ലോഡ് ചെയ്ത് 10 മിനിറ്റ് കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ തോന്നും ഇതെന്താ ക്ലാരിറ്റി ഇല്ലാത്തത്. ശരിയല്ലേ? അതിന് സൊല്യൂഷൻ ഉണ്ട്, പറഞ്ഞുതരാം. ക്യാപ്കട്ടിലാണ് നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ വീഡിയോ റെൻഡർ ചെയ്യുന്ന എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ 8K 120 ഫ്രെയിം പെർ സെക്കൻഡ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയേക്കാം. റെസൊല്യൂഷൻ ആണെങ്കിൽ 1080 മാറ്റിയിരിക്കണം. അത് കമ്പൽസറി ആണ്. കാരണം സോഷ്യൽ മീഡിയയിൽ 1080 റെസൊല്യൂഷനാണ് കൂടുതലായിട്ട് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളത്. അതിനുശേഷം ബിറ്റ് റേറ്റ് ആണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഈ ഹയർ ആണ് എടുക്കുന്നതെങ്കിൽ അത് മാറ്റിയേക്കുക, ലോവർ ഇട്ടേക്കുക. ഒരു ഡൗട്ട് ഒന്നും, ലോവർ ഇട്ട് കഴിഞ്ഞാൽ ബിറ്റ് റേറ്റ് കുറഞ്ഞു പോയി ക്ലാരിറ്റി കുറയില്ലോ? ഇല്ല. ലോവർ ഇട്ട് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന കംപ്രഷൻ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബിറ്റ് റേറ്റ് ലോവർ ആക്കുന്നുണ്ട്. അപ്പോൾ ആ കംപ്രഷൻ വിട്ടുകൊടുക്കാതെ നമ്മൾ തന്നെ അത് കംപ്രസ് ചെയ്ത് ലോവർ ആക്കി ഇട്ട് വെക്കുക ബിറ്റ് റേറ്റ്. അതിനുശേഷം വരുന്ന ഈ ഫ്രെയിം റേറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അത് എപ്പോഴും 30 ഫ്രെയിം പെർ സെക്കൻഡ് തന്നെ ഇട്ട് വെക്കുക. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഫ്രെയിം റേറ്റ്. അതിൽ കൂടി കഴിഞ്ഞാൽ കംപ്രഷൻ നടക്കും. ഇതെല്ലാം ഞാൻ പറഞ്ഞത് ഒരു 1.5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയ്ക്കാണ്. ഇനി നിങ്ങളുടെ വീഡിയോ ഒരു 20 സെക്കൻഡോ അല്ലെങ്കിൽ 30 സെക്കൻഡോ മാത്രമേ ഉള്ളൂ. റെസൊല്യൂഷൻ എപ്പോഴും 1080 തന്നെ ആയിരിക്കണം. ബിറ്റ് റേറ്റ് വേണമെങ്കിൽ റെക്കമെൻഡഡോ അല്ലെങ്കിൽ ഹയറോ ആക്കി ഇടാം. പക്ഷേ വീഡിയോയുടെ ലെങ്ത് ശ്രദ്ധിക്കണം. 30 സെക്കൻഡിൽ കൂടുതൽ പോയിട്ടുള്ള വീഡിയോകളാണെങ്കിൽ കംപ്രഷൻ നടക്കാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ഈ ഫ്രെയിം റേറ്റ് 60 ഇടാം. 30 സെക്കൻഡിലുള്ള വീഡിയോ ആണെങ്കിൽ. അതിൽ കൂടുതലുള്ള വീഡിയോസ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ ആ ഒരു മെത്തേഡ് തന്നെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാം. വീഡിയോ എഡിറ്റിംഗുമായി ബന്ധപ്പെട്ട ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തതാണ്. എഡിറ്റിംഗ് ട്രിക്സ് ഒക്കെ അറിയാൻ വീണ്ടും വരാം. താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്തോളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.